വെൽക്കം ടു ഓൾ ടു അവർ ഓൺലൈൻ ക്ലാസ്. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഓക്കെ, ആൻഡ് ടുഡേ വി ആർ ഹിയർ ടു ഡിസ്കസ് ദ chapter national income. The chapter is national income. It is the third chapter in geography part. Okay, national income. What it is called as the national income and some other related concepts to national income. National income എന്നാൽ എന്താണ്, ദേശീയ വരുമാനം എന്ന് പറഞ്ഞാൽ എന്താണ്, ദേശീയ വരുമാനവുമായി ബന്ധപ്പെട്ട മറ്റു ചില കൺസെപ്റ്റുകൾ അഥവാ ആശയങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ പാഠഭാഗത്ത് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ നാഷണൽ ഇൻകം. ഇറ്റ് ഈസ് ദ ടോട്ടൽ മണി വാല്യൂ ഓഫ് all goods and services produced in a country in a year. It is called as the national income of a country. ഒരു വർഷം ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തരാതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യത്തെ എന്തെന്ന് പറയുന്നു? ദേശീയ വരുമാനം എന്ന് പറയുന്നു. ഓക്കെ, അതായത് ഒരു രാജ്യത്ത് ഏതൊരു രാജ്യമാണെങ്കിലും ആ രാജ്യത്തിനുള്ളിൽ ഒരുപാട് സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. വ്യത്യസ്ത മേഖലകളിലായിട്ട് ജോലി ചെയ്യുന്ന ധാരാളം ആളുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ധാരാളം ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ആളുകളുടെ സേവനങ്ങൾ നമുക്ക് കാണാം, അല്ലേ? അപ്പോൾ നാഷണൽ ഇൻകം എന്ന് പറയുമ്പോൾ ദ മണി വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി ഇൻ എ ഫിനാൻഷ്യൽ ഇയർ. ഒരു സാമ്പത്തിക വർഷം ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെട്ട എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യത്തെ നാം എന്തെന്ന് പറയുന്നു? ദേശീയ വരുമാനം എന്ന് പറയുന്നു. അപ്പോൾ ദേശീയ വരുമാനം 3 മേഖലകളിൽ നിന്നാണ് ദേശീയ വരുമാനം ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ എക്കോണമിയെ, എക്കോണമി ഓഫ് എ കൺട്രി, ദ എക്കോണമി ഓഫ് എ കൺട്രി ക്യാൻ ബി ക്ലാസിഫൈഡ് അണ്ടർ 3 സെക്ടേഴ്സ്. ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ 3 മേഖലകളായി തിരിക്കാം. സമ്പദ് വ്യവസ്ഥകളിൽ വരുമാനം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അല്ലെങ്കിൽ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് 3 മേഖലകളിൽ നിന്നാണ്. അതിൽ ഒന്നാമത്തെ മേഖലയാണ് അഗ്രികൾച്ചറൽ സെക്ടർ, സെക്കൻഡ് വൺ ഈസ് ഇൻഡസ്ട്രിയൽ സെക്ടർ ആൻഡ് ദ തേർഡ് വൺ ഈസ് സർവീസ് സെക്ടർ. കാർഷിക മേഖല, വ്യാവസായിക മേഖല, സേവന മേഖല എന്നിങ്ങനെ നമ്മൾ 3 മേഖലകളായി തിരിക്കും ഏതൊരു രാജ്യത്തിൻ്റെയും സമ്പദ് വ്യവസ്ഥയെ. അപ്പോൾ ഈ 3 മേഖലകളിൽ നിന്നാണ് എന്ത് വരുന്നത്? ദേശീയ വരുമാനം വരുന്നത്. സോ ദിസ് ആർ ദ 3 സെക്ടേഴ്സ് ഓഫ് ആൻ എക്കോണമി. ഇതാണ് ഒരു രാജ്യത്തിൻ്റെ 3 സമ്പദ് വ്യവസ്ഥയുടെ 3 മേഖലകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 മേഖലകളിൽ നിന്നാണ് ഏതൊരു രാജ്യത്തിൻ്റെയും ദേശീയ വരുമാനം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഓക്കെ, ഇനി നമുക്കിവിടെ പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ 3 മേഖലകളിൽ നിന്നുള്ള സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യത്തെയാണ് നമ്മൾ ദേശീയ വരുമാനം എന്ന് പറയുന്നത്, നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ നാഷണൽ ഇൻകം കണക്കാക്കുക എന്ന് പറയുന്നത് വളരെ ലെങ്തി ആയിട്ടുള്ള, ദൈർഘ്യമേറിയിട്ടുള്ള, അതേപോലെ സങ്കീർണമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ഓക്കെ, അപ്പം when we calculate the money value of goods and services produced in a country during a particular year, we get the national income of the country for that year. ഒരു രാജ്യത്ത് ഒരു വർഷത്തിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ അതിനെ ആ രാജ്യത്തിൻ്റെ എന്തെന്ന് പറയാം? ദേശീയ വരുമാനം എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ എന്തിനാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത്? ഓക്കെ, വൈ ഡു വി കാൽക്കുലേറ്റ് national income? Okay, national income is helpful in calculating the economic growth of a country and to compare the economic growth of different countries. ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിലെ എക്കോണമിയുടെ വളർച്ചയെ പരിശോധിക്കുന്നതിനും വളർച്ച കണക്കാക്കുന്നതിനും നമ്മളുടെ സമ്പദ് വ്യവസ്ഥ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് മുകളിലേക്കാണോ അല്ലെങ്കിൽ താഴേക്കാണോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, അതേപോലെ മറ്റു രാജ്യങ്ങളുമായി നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ താരതമ്യപ്പെടുത്തുന്നതിനും എന്തിൻ്റെ പഠനം നല്ലതാണ്? ദേശീയ വരുമാനം കണക്കാക്കുന്നത് വളരെ നല്ലതാണ്. അതേപോലെ മറ്റൊരു ഉദ്ദേശം, വൈ ഡു വി കാൽക്കുലേറ്റ് ദ നാഷണൽ ഇൻകം? അതിൻ്റെ ആൻസറാണ് ഞാൻ പറയുന്നത് കേട്ടോ. എന്തിനാണ് നമ്മൾ നാഷണൽ ഇൻകം കണക്കാക്കുന്നത്? നമുക്ക് നോക്കാം. ടു അസസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ഇൻ ദ എക്കോണമി. ഒരു എക്കോണമിയിലെ വ്യത്യസ്ത മേഖലകളുടെ സംഭാവന, അതായത് കാർഷിക മേഖലയിൽ നിന്നും എത്ര ശതമാനം നമുക്ക് ഏതിലേക്ക് ലഭിക്കുന്നുണ്ട്? നാഷണൽ ഇൻകത്തേക്ക് വരുന്ന വരുമാനം എത്രയാണ്? വ്യാവസായിക മേഖലയിൽ നിന്ന് എത്രയാണ്? സേവന മേഖലയിൽ നിന്ന് എത്രയാണ് എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് എന്ത് പ്രയോജനകരമാണ്? ദേശീയ വരുമാനം കണക്കാക്കുക എന്നുള്ള പ്രക്രിയ വളരെയധികം പ്രയോജനകരമാണ് എന്ന് പറയാം. ഓക്കെ,
ഇനിയോ ടു സ്റ്റഡി ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദ എക്കോണമി. ഒരു സമ്പദ് വ്യവസ്ഥ നേരിടുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനും നാഷണൽ ഇൻകം കാൽക്കുലേഷൻ വളരെ സഹായകരമാണ്. ടു ഹെൽപ്പ് ദ ഗവൺമെന്റ് ഇൻ പ്ലാനിംഗ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് ഡിഫറെന്റ് പ്രൊജക്ട്സ്. ഗവൺമെന്റിന് വ്യത്യസ്ത പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും നടപ്പിലാക്കുന്നതിനും ദേശീയ വരുമാന കണക്കെടുപ്പ് വളരെ പ്രയോജനകരമാണ്, ഉപകാരപ്രദമാണ്. ടു ഫൈൻഡ് ഔട്ട് ദ limitations and advantages of economic activities like production, consumption and distribution. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട 3 സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്താണ്? പ്രൊഡക്ഷൻ, കൺസംഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഉൽപാദനം, ഉപഭോഗം, അതേപോലെ വിതരണം. ഇവയാണ് ഏറ്റവും പ്രധാനപ്പെട്ട 3 സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഈ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ പോരായ്മയും അതേപോലെ അതിൻ്റെ നല്ല വശങ്ങളും എന്താണെന്ന് നമുക്ക് എന്തിലൂടെ മനസ്സിലാക്കാം? ദേശീയ വരുമാന കണക്കെടുപ്പിലൂടെ മനസ്സിലാക്കുവാൻ കഴിയും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് പാർട്ട് വി ആർ ലേണിംഗ് ഹിയർ സം ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്സ് ഓഫ് നാഷണൽ ഇൻകം. സം ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഓഫ് നാഷണൽ ഇൻകം. ദ ഫസ്റ്റ് വൺ ഈസ് GNP എന്ന് പറയുന്നു. ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്, മൊത്തം ദേശീയ ഉൽപ്പന്നം. സെക്കൻഡ് വൺ ഈസ് GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയുന്നു. NNP, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്, അറ്റ ദേശീയ ഉൽപ്പന്നം. ദിസ് ഓൾ ആർ ദ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്സ് റിലേറ്റഡ് ടു ദ നാഷണൽ ഇൻകം. ഓക്കെ, ഇപ്പോൾ നാഷണൽ ഇൻകവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ, കൺസെപ്റ്റ്സുകൾ എന്തൊക്കെയാണെന്ന് GNP എന്ന് പറയുന്നു. ഒന്നാമത്തെ കൺസെപ്റ്റ്. അതിനെന്ന് GNP എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം നമുക്ക് കേട്ടോ. ദ മണി വാല്യൂ ഓഫ് ഫൈനൽ പ്രൊഡക്ട്സ്. ദ മണി വാല്യൂ ഓഫ് ഫൈനൽ പ്രൊഡക്ട്സ് ഈസ് ടേക്കൺ ഇൻ ടു അക്കൗണ്ട് ഫോർ കാൽക്കുലേറ്റിംഗ് ദ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. അതായത് എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യത്തെയാണ് ഇവിടെ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? GNP അഥവാ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അന്തിമ ഉപഭോഗ വസ്തുവായി മാറുന്നതിന് മുമ്പ് അത് വ്യത്യസ്ത വസ്തുക്കളായിരിക്കും. ആ വ്യത്യസ്ത വസ്തുക്കളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ഉപഭോഗത്തിന് തയ്യാറായ അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കുവാൻ കഴിയുന്ന ഒരു ഫൈനൽ പ്രൊഡക്റ്റായി മാറുന്നു, അന്തിമ വസ്തുവായി മാറുന്നു. അങ്ങനെയുള്ള എല്ലാ അന്തിമ വസ്തുക്കളുടെയും പണമൂല്യം അതേപോലെ സേവനങ്ങളുടെയും പണമൂല്യം കണക്കാക്കുകയാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? മൊത്തം ദേശീയ ഉൽപ്പന്നം, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. വൈൽ കാൽക്കുലേറ്റിംഗ് ദ മണി വാല്യൂ ഓഫ് ദ ഷർട്ട്. ഒരു ഷർട്ടിൻ്റെ മണി വാല്യൂ കണക്കാക്കുമ്പോൾ ദ വാല്യൂ ഓഫ് റോ മെറ്റീരിയൽസ് സച്ച് ആസ് ബട്ടൺസ് ആൻഡ് ക്ലോത്ത്സ് ആർ ഇൻക്ലൂഡഡ്. അപ്പോൾ ഒരു ഷർട്ട്, ആ ഷർട്ടിൻ്റെ ഫൈനൽ മണി വാല്യൂ നമ്മൾ കണക്കാക്കുമ്പോൾ അതിൽ എന്തൊക്കെ ഉൾപ്പെടും? ആ ഷർട്ടിലുള്ള ബട്ടൺസിൻ്റെ കാശ് വാല്യൂ ഉൾപ്പെടുന്നുണ്ട്, അതേപോലെ തന്നെ തുണിയുടെ വാല്യൂ ഉൾപ്പെടുന്നുണ്ട്, അങ്ങനെ എല്ലാം അതിൽ തന്നെ ഉൾപ്പെടുന്നുണ്ട്. Thus the money value of final goods and services produced is the gross national product. The GNP of a country is calculated for a particular financial year. ഏതൊരു രാജ്യത്തിൻ്റെയും GNP അല്ലെങ്കിൽ GDP, NNP, നാഷണൽ ഇൻകം ഇതിൽ കണക്കാക്കുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇത് കണക്കാക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഇയർ ഈസ് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ബൈ കൺട്രി ടു കൺട്രി. ഒരു രാജ്യത്തെ ഫിനാൻഷ്യൽ ഇയർ പോലെ ആയിരിക്കില്ല മറ്റൊരു രാജ്യത്തിൻ്റെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിൽ ഒരു ഫിനാൻഷ്യൽ ഇയർ അഥവാ ഒരു സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് എല്ലാ വർഷവും 1-ാം തീയതി ഏപ്രിൽ മാസം ആരംഭിക്കുന്നു, മാർച്ച് 31 വരെ. ഏപ്രിൽ 1-ന് തുടങ്ങിയിട്ട് മാർച്ച് 31 വരെയാണ് ഇന്ത്യയിലെ ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓരോ രാജ്യത്തിൻ്റെയും ഫിനാൻഷ്യൽ ഇയർ ഒരു പക്ഷേ വ്യത്യസ്തമായിരിക്കാം. ഇന്ത്യയിൽ it start on April 1st and end on March 31st. Okay, and next one GDP. എന്തിനെയാണ് നമ്മൾ GDP എന്ന് പറയുന്നത്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഓക്കെ, അതായത് മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം. ഓക്കെ, GDP is the total money value of all goods and services produced in a country in its domestic territory in a financial year. അതായത് ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തരാതിർത്തിക്കുള്ളിൽ ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യത്തെയാണ് എന്തെന്ന് പറയുന്നത്?
മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയുന്നത്. അപ്പോൾ അത് കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് നോക്കാം? ചിലപ്പം ഇന്ത്യൻ കമ്പനികൾ, ഇന്ത്യയിലൊക്കെ തന്നെ വളരെ വലിയ കമ്പനികൾ, ധാരാളം കമ്പനികളുണ്ട്. അപ്പോൾ ഒരു ഇന്ത്യൻ കമ്പനി വിദേശത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ വിദേശ രാജ്യത്ത് നിന്നും ആ കമ്പനി നേടിയെടുത്ത ലാഭവിഹിതം അത് ഇന്ത്യയുടെ എന്തിൻ്റെ ഭാഗമായി കണക്കാക്കുന്നില്ല? GDPയുടെ ഭാഗമായി കണക്കാക്കുന്നില്ല, മൊത്തം ആഭ്യന്തര ഉൽപ്പന്നത്തിൻ്റെ ഭാഗമായി കണക്കാക്കുന്നില്ല. അതാണ് പറഞ്ഞിരിക്കുന്നത് ആഭ്യന്തരാതിർത്തിക്കുള്ളിൽ, ഇൻ ഇറ്റ്സ് ഡൊമസ്റ്റിക് ടെറിട്ടറി. ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തരാതിർത്തിക്കുള്ളിൽ ഒരു സാമ്പത്തിക വർഷം ഉൽപ്പാദിപ്പിക്കപ്പെട്ട എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യത്തെ എന്തെന്ന് പറയുന്നു? മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം അഥവാ GDP എന്ന് പറയുന്നു, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. അടുത്ത ഭാഗമാണ് NNP, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്, അറ്റ ദേശീയ ഉൽപ്പന്നം. എന്തിനെയാണ് നമ്മളിവിടെ അറ്റ ദേശീയ ഉൽപ്പന്നം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, അതായത് എന്തിനാണ്? The cost incurred to remedy this wear and tear is termed as depreciation charges. It means while we are learning the concept net national product, we need to learn another concept. It is depreciation. Depreciation. What it is called as the term depreciation. എന്തിനെയാണ് ഇവിടെ ഡിപ്രീസിയേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് തേയ്മാനം എന്ന് പറയുന്നു. തേയ്മാനം എന്നതുകൊണ്ട് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ആസ് എൻ എക്സാമ്പിൾ, ഇഫ് യു പർച്ചേസ് എ കമ്പ്യൂട്ടർ ആൻഡ് സെൽ ഇറ്റ് ഇൻ ദ നെക്സ്റ്റ് ഇയർ, will you get the same amount that you spent while purchasing it? It means, as an example, we bought a mobile phone or a computer in a particular time or in a year. Okay, after 1 or 2 years, we are selling this computer or the mobile phone. How much we will get? നമുക്ക് എത്ര പൈസ കിട്ടും? നമ്മൾ വാങ്ങി അതേ വിലക്ക് വിൽക്കുവാൻ കഴിയുമോ? കഴിയില്ല. കാരണം എന്താണ്? നമ്മളുടെ ഉപയോഗം കാരണം ആ പ്രൊഡക്റ്റിൻ്റെ ചില ഭാഗങ്ങളൊക്കെ തന്നെ എന്തായിട്ടുണ്ടാകും? ചില തേയ്മാനം വന്നിട്ടുണ്ടാകും. അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ ഒരു ഏറ്റവും പുതിയൊരു സാധനം വർക്ക് ചെയ്യുന്ന അതേ രൂപത്തിലും ഭാവത്തിലും ഒരുപക്ഷെ അത് വർക്ക് ചെയ്തെന്ന് വരില്ല. ഇങ്ങനെ ഇതിൻ്റെ പാർട്സിനൊക്കെ വരുന്ന ചില ഉപയോഗം മൂലം വരുന്ന ചില തേയ്മാനങ്ങൾ അല്ലെങ്കിൽ ചില കുഴപ്പങ്ങൾ, ഇതിനെയാണ് ഇവിടെ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? തേയ്മാനം അഥവാ ഡിപ്രീസിയേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, similarly with time machinery and other things suffer from wear and tear. അതായത് ഇങ്ങനെയാണ് നമ്മളൊരു ഫാക്ടറിയിലുള്ള ഒരു മെഷീനറി. അപ്പോൾ ഫാക്ടറികളിൽ മെഷീനറീസ് ഒക്കെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു, ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഫാക്ടറിയുടെ മെഷീനറീസിൻ്റെ പല ഭാഗങ്ങളും ടൈം ടു ടൈം ആയിട്ട് എന്ത് ചെയ്യേണ്ടി വരും? മാറ്റി സ്ഥാപിക്കേണ്ടി വരും. ഇങ്ങനെ വരുന്ന ചെലവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിപ്രീസിയേഷൻ അഥവാ തേയ്മാന ചെലവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്താ പഠിക്കാൻ പോകുന്നത്? നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്. എന്തിനെയാണ് അറ്റ ദേശീയ ഉൽപ്പന്നം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് ഈസ് ഈക്വൽ ടു ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് മൈനസ് ഡിപ്രീസിയേഷൻ ചാർജസ്. ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് മൈനസ് ഡിപ്രീസിയേഷൻ ചാർജസ്, GNP മൈനസ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ ചാർജസ്, അതായത് നമ്മൾ നേരത്തെ പഠിച്ചിരിക്കുന്ന GNPയിൽ നിന്നും ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കപ്പെട്ട എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യത്തിൽ നിന്നും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതുപോലുള്ള തേയ്മാന ചെലവുകൾ കഴിച്ചാൽ എന്താണോ ലഭിക്കുന്നത് അതിനെയാണ് ഇവിടെ എന്തെന്ന് പറയുന്നത്? NNP, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അഥവാ അറ്റ ദേശീയ ഉൽപ്പന്നം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദീസ് ആർ ദ ആൻഡ് വൺ മോർ കൺസെപ്റ്റ് ഈസ് ദർ, പെർ ക്യാപിറ്റ ഇൻകം. പെർ ക്യാപിറ്റ ഇൻകം. ഓക്കെ, പെർ ക്യാപിറ്റ ഇൻകം. ഇതിനെ ഷോർട്ടായിട്ട് നമ്മൾ പലപ്പോഴും പറയാറുള്ളത് PCI, പെർ ക്യാപിറ്റ ഇൻകം അഥവാ PCI, ആളോഹരി വരുമാനം എന്ന് പറയും. ആളോഹരി വരുമാനം. When we divide the national income by population, we get per capita income. അതായത് national income divided by population of the country. National income divided by population of the country. Then it is called as the PCI, per capita income. ആളോഹരി വരുമാനം സമം ദേശീയ വരുമാനം ഹരിക്കണം രാജ്യത്തെ ജനസംഖ്യ. അതായത് ഉൽപ്പാദിപ്പിക്കപ്പെട്ട മുഴുവൻ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യത്തെ നാം
ആ രാജ്യത്തെ മൊത്തം ജനസംഖ്യ കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ ഓരോരുത്തർക്കും ലഭിക്കുന്ന വിഹിതം കിട്ടും. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, ആളോഹരി വരുമാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഹൗ ടു കാൽക്കുലേറ്റ് ദ നാഷണൽ ഇൻകം. നെക്സ്റ്റ് പാർട്ട് നമുക്ക് പഠിക്കേണ്ടത് എങ്ങനെയാണ് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക എന്നതാണ്. അപ്പോൾ നിങ്ങളിവിടെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ദേശീയ വരുമാനവുമായിട്ട് ബന്ധപ്പെട്ട 4 ആശയങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. GNP, GDP, NNP ആൻഡ് PCI. ഇത് 4 നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഹൗ ടു കാൽക്കുലേറ്റ് ദ നാഷണൽ ഇൻകം. എങ്ങനെയാണ് നാഷണൽ ഇൻകം കണക്കാക്കുന്നത് എന്ന് നോക്കാം. ഓക്കെ, നാഷണൽ ഇൻകം കണക്കാക്കുന്നതിന് അവിടെ പ്രധാനമായിട്ട് 3 രീതികളാണുള്ളത്. ദർ ആർ 3 മെത്തേഡ്സ് ടു കാൽക്കുലേറ്റ് ദ നാഷണൽ ഇൻകം ഓഫ് എ കൺട്രി. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഈസ് ദ പ്രൊഡക്റ്റ് മെത്തേഡ്. The first one is the product method. Okay. Second one is the expenditure method. Expenditure method. Third one is the income method. These 3 are the 3 methods to calculate the national income. And the final result of the method all these 3 methods are equal. അതായത് നമ്മൾ ഇതിൽ ഏത് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്താലും അവസാനം ലഭിക്കുന്നത് എന്തായിരിക്കും, കൃത്യമായ ഡാറ്റകളാണെങ്കിൽ ഒരേ മൂല്യം തന്നെയായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഇങ്ങനെ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൂടെ നാഷണൽ ഇൻകം കണ്ടെത്താം. ആദ്യത്തേതിനെ ഉൽപ്പന്ന രീതി എന്ന് പറയുന്നു, രണ്ടാമത്തേതിനെ ചെലവ് രീതി എന്ന് പറയുന്നു, മൂന്നാമത്തേതിനെ എന്തെന്ന് പറയുന്നു, വരുമാന രീതി എന്ന് പറയുന്നു. ഇങ്ങനെ 3 രീതിയിലൂടെ ദേശീയ വരുമാനം കണ്ടെത്താം. ഓക്കെ, പ്രൊഡക്റ്റ് മെത്തേഡ് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, under the product method the national income is calculated by adding up the money value of goods and services produced by the primary, secondary and tertiary sectors. There are 3 sectors in an economy. Okay, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത്, അഗ്രികൾച്ചറൽ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ, സർവീസ് സെക്ടർ. ഈ സെക്ടേഴ്സിൽ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത്, അഗ്രികൾച്ചറൽ സെക്ടറിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് പ്രൈമറി സെക്ടർ, പ്രാഥമിക മേഖല എന്ന് പറയും കാർഷിക മേഖലക്ക്. അതേപോലെ ഇൻഡസ്ട്രിയൽ സെക്ടർ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത്, സെക്കൻഡറി സെക്ടർ അഥവാ വ്യാവസായിക മേഖല. ആൻഡ് സർവീസ് സെക്ടർ ഈസ് നോൺ ആസ് ദ ടെർഷ്യറി സെക്ടർ അഥവാ സേവന മേഖല എന്നും പറയുന്നു. ഓക്കെ, സെയിം തന്നെയാണ്, മറ്റൊരു വേർഡാണ് ഇതിന് പറയുന്നത്. ഓക്കെ, അണ്ടർ ദ പ്രൊഡക്റ്റ് മെത്തേഡ് ദ നാഷണൽ ഇൻകം ഈസ് കാൽക്കുലേറ്റഡ് ബൈ ആഡിംഗ് അപ്പ് ദ മണി വാല്യൂ ഓഫ് goods and services produced by the primary, secondary and tertiary sector. We will take the money value of products and services from these 3 sectors. അതായത് ഉൽപ്പാദിപ്പിക്കപ്പെട്ട 3 മേഖലകളിലും ഉൽപ്പാദിപ്പിക്കപ്പെട്ട എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യം നോക്കുക, ഉൽപ്പന്നത്തിന്റെ മൂല്യം നോക്കിക്കൊണ്ട് നമ്മൾ ദേശീയ വരുമാനം കണക്കാക്കുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് എന്ത്, പ്രൊഡക്റ്റ് മെത്തേഡ് അഥവാ ഉൽപ്പന്ന രീതി എന്ന് പറയുന്നത്. ഓക്കെ, it is useful for assessing the contribution of each of the sectors towards the national income. അതായത് while we are calculating the national income through product method, it is very helpful to understand the contribution of each of the sector in an economy. Okay, that's it, the product method. And the second one is expenditure method. Okay, second one is expenditure method. What it is called as the expenditure method. The expenditure method is used to estimate the national income by calculating the expenditure incurred by individuals, firms and government in a particular year. അതായത് ഒരു വർഷം ഒരു രാജ്യത്തെ കമ്പനികൾ, ഫേംസ്, അതേപോലെ തന്നെ വ്യക്തികൾ, ഇൻഡിവിജ്വൽസ് ആൻഡ് ഗവൺമെന്റ്, ഇവ 3 ധാരാളം പണം ചെലവഴിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ചെലവഴിച്ച പണത്തിന്റെ മൂല്യം നോക്കിക്കൊണ്ട് ദേശീയ വരുമാനം കണക്കാക്കുകയാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഈസ് യൂസ്ഡ് ടു എസ്റ്റിമേറ്റ് ദ നാഷണൽ ഇൻകം by calculating the expenditure incurred by the individuals, firms and the government in a financial year. In economics, just like consumption, expenditure, investment is also considered as an expenditure. In economics, just like consumption, expenditure, investment is also considered as an expenditure. അതായത് സാമ്പത്തിക ശാസ്ത്രത്തിൽ എന്താണ്, എന്തിനേയും കൂടി നമ്മൾ എക്സ്പെൻഡിച്ചർ അഥവാ ചെലവ് എന്ന് പറയുന്നുണ്ട്, ഇൻവെസ്റ്റ്മെന്റിനെയും കൂടെ നമ്മൾ എന്തെന്ന് പറയുന്നുണ്ട്, ചെലവ് എന്ന് പറയുന്നുണ്ട്. അതായത് നിക്ഷേപ ചെലവ്, അതായത് ഒരു പ്രത്യേക സംരംഭത്തിന് വേണ്ടി നമ്മൾ പണം മുടക്കുകയാണെങ്കിൽ അതിനെയാണ് ഇൻവെസ്റ്റ്മെന്റ് അഥവാ നിക്ഷേപം എന്ന് പറയുന്നത്.
അപ്പോൾ എന്താണ്, നമ്മൾ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുവാൻ പണം ചെലവഴിക്കുന്നതിനെ എന്തെന്ന് പറയുന്നു? കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നു. ഐ വാണ്ട് ടു ബൈ എ മൊബൈൽ ഫോൺ and I am spending the money and buying this, and it is called as the consumption expenditure. Okay, it is for my purpose. And same like we are investing the money in a production firm or somewhere. Okay, that also called as expenditure, and this is called as investment expenditure. Okay, the summation of consumption expenditure, investment expenditure and government expenditure gives the total expenditure. So here you remember three things, 3 points, different types of expenditure while we are calculating the national income. There are 3 types of expenditure. Okay, the first one is the consumption expenditure, ഉപഭോഗ ചെലവ്. ആദ്യത്തിന് ഉപഭോഗ ചെലവ് എന്ന് പറയുന്നു. സെക്കൻഡ് വൺ ഈസ് ദ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ, നിക്ഷേപ ചെലവ് എന്ന് പറയുന്നു. ആൻഡ് ദ തേർഡ് വൺ ഈസ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, എന്തെന്ന് പറയുന്നു? ഗവൺമെന്റിന്റെ ചെലവ് എന്ന് പറയുന്നു. ഗവൺമെന്റ് വ്യത്യസ്ത പദ്ധതികൾക്ക് വേണ്ടിയിട്ട് വളരെ വലിയ അളവിൽ ആധുനിക കാലത്ത് പണം ചെലവഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 എക്സ്പെൻഡിച്ചർ ആണ് ഏതിന്റെ ഭാഗമായി വരിക? എക്സ്പെൻഡിച്ചർ മെത്തേഡിലൂടെ നാഷണൽ ഇൻകം കണക്കാക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ആൻഡ് എസ്റ്റിമേഷൻ ഓഫ് നാഷണൽ ഇൻകം യൂസിങ് എനി ഓഫ് ദ അബവ് 3 മെത്തേഡ്സ്. എനി ഓഫ് ദ 3 മെത്തേഡ്സ്, ഇതിൽ ഏത് രീതിയിലൂടെ നാഷണൽ ഇൻകം കണ്ടാലും will give the same result. നമുക്ക് ലഭിക്കുന്നത് എന്തായിരിക്കും? ഒരേ റിസൾട്ട് തന്നെയായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, ആൻഡ് വൺ മോർ മെത്തേഡ് we need to discuss, income method. Okay, under the product method, you know that income is the reward received for the factors of production. Income is the reward for factors of production. We know that there are 4 factors of production: land, labor, capital and organization. These 4 are the 4 factors of production. So listen here. First one is the land, second one is labor, and the third one is capital, and the fourth one is organization. These 4 are the 4 factors of production. Or each of these factors of production receives the remuneration. ഉൽപാദന പ്രക്രിയയിൽ പങ്കെടുക്കുന്നതിന് ഇവയിൽ ഓരോ ഫാക്ടറും ഓരോ ഘടകവും എന്താണ്? അവരുടെ റെമ്യൂണറേഷൻ, അവരുടെ വേതനം സ്വീകരിക്കുന്നുണ്ട്. അതെന്താണെന്ന് പറയാം. ലാൻഡിന് എന്താ കൊടുക്കുന്നത്? റെന്റ് അല്ലേ? ഭൂമിക്ക് റെന്റ് കൊടുക്കുന്നുണ്ട്. ഒരു ലേബർ ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്താൽ തൊഴിലാളിക്ക് എന്താണ് കൊടുക്കുന്നത്? വേജ് കൊടുക്കുന്നുണ്ട് അല്ലേ? കൂലി കൊടുക്കുന്നുണ്ട്. ലേബറിന് വേജ് കൊടുക്കുന്നുണ്ട്. ക്യാപിറ്റലിന് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഓർഗനൈസർ ആണ് ഓർഗനൈസേഷൻ നടത്തുന്നത്. അപ്പോൾ ഓർഗനൈസർക്ക് എന്ത് ലഭിക്കുന്നുണ്ട്? പ്രോഫിറ്റ് ആണ് അയാളുടെ ലക്ഷ്യം, അയാൾക്ക് പ്രോഫിറ്റ് ലഭിക്കുന്നുണ്ട്. സോ ദീസ് 4 ആർ ദ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ദീസ് 4 ആർ ദ റെമ്യൂണറേഷൻ ഫോർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഉൽപാദന പ്രക്രിയയിൽ പങ്കെടുക്കുന്നത് കൊണ്ട് ഉൽപാദന ഘടകങ്ങൾക്ക് എന്താണ്? വാടക, കൂലി, അതേപോലെ തന്നെ പലിശ, ലാഭം എന്നിങ്ങനെ 4 വഴികളിലൂടെ എന്ത് ലഭിക്കുന്നുണ്ട്? വരുമാനം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ലഭിച്ചിരിക്കുന്ന വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുകയാണെങ്കിൽ അതിനെ എന്തെന്ന് പറയുന്നു? ഇൻകം മെത്തേഡ് എന്ന് പറയുന്നു. സോ ദീസ് 3 ആർ ദ 3 മെത്തേഡ്സ് ടു കാൽക്കുലേറ്റ് ദ നാഷണൽ ഇൻകം. ആൻഡ് ഡിഫിക്കൽട്ടീസ് ഇൻ കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം ഓഫ് ഇന്ത്യ. ഡിഫിക്കൽട്ടീസ്, ഇൻ ദ ബിഗിനിങ് ഐ ടോൾഡ് യു, it is a very complex and lengthy process, the national income calculation. Okay, what are the difficulties of calculating national income in India? And in India, who is the official agency responsible for calculation of national income? ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള ഒഫീഷ്യൽ ഏജൻസിയുടെ പേരാണ് എന്തെന്ന് പറയുന്നത്? CSO, Central Statistical Organization. Central Statistical Organization is the official agency for calculating national income in India. And what are the difficulties while calculating the national income in India? Let's see. Lack of reliable statistical data created difficulty in estimating national income. അതായത് വിശ്വസനീയമായിട്ടുള്ള സ്ഥിതിവിവര കണക്കുകൾ ലഭ്യമല്ല കൃത്യമായിട്ട് നാഷണൽ ഇൻകം കണക്കാക്കാൻ ഇന്ത്യയിൽ. അതായത് ഓരോ പ്രൊഡക്ഷൻ യൂണിറ്റിലും
ചിലവാക്കപ്പെട്ട അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളുടെ മൂല്യം അതുപോലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ലഭിക്കണം. അത് ലഭിക്കാറില്ല. There is a chance of calculating the money value of goods and services more than once while they pass through different stages of production. അതായത് ഒരു ഉൽപ്പന്നത്തിൻ്റെ വാല്യൂ മൂല്യം ഒന്നിലധികം തവണ കണക്കാക്കുന്നു. അതിനെയാണ് ഡബിൾ കൗണ്ടിങ് എന്ന് പറയുന്നത്. ഡബിൾ കൗണ്ടിങ് അതായത് ഉൽപ്പാദനത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ഉൽപ്പന്നത്തിൻ്റെ മൂല്യം ഒന്നിലധികം കണക്കാക്കുന്നു. ഇങ്ങനെ കണക്കാക്കുമ്പോൾ നാഷണൽ ഇൻകം വളരെ വലുതായി പോകും. അതായത് യഥാർത്ഥ കണക്കായിരിക്കില്ല. അപ്പോൾ ഒരു ഉൽപ്പന്നത്തിൻ്റെ മൂല്യം ഒരു തവണ മാത്രമേ കണക്കാക്കാൻ പാടുള്ളൂ. പക്ഷേ പലപ്പോഴും അത് ഒന്നിലധികം തവണ കണക്കാക്കപ്പെടുന്നു. സർവീസ് ഓഫ് ഹൗസ് വൈഫ്സ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ നാഷണൽ ഇൻകം. വീട്ടമ്മമാരുടെ ജോലികൾ, അവരുടെ സേവനങ്ങൾ എന്തിൻ്റെ ഭാഗമായി വരുന്നില്ല? ദേശീയ വരുമാനത്തിൻ്റെ ഭാഗമായി വരുന്നില്ല. ബട്ട് ദേ ആർ ഡൂയിങ് ബെസ്റ്റ്. അവർ വളരെ നന്നായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ് വീട്ടമ്മമാർ. അപ്പോൾ അത് അവരുടെ സേവനം നാഷണൽ ഇൻകത്തിൻ്റെ ഭാഗമായി കണക്കാക്കുന്നില്ല എന്നത് ഇതിൻ്റെ ഒരു പോരായ്മയാണ്. ഓക്കെ, ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഫോർ സെൽഫ് കൺസംഷൻ ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ എസ്റ്റിമേഷൻ ഓഫ് നാഷണൽ ഇൻകം. ഓക്കെ, അതായത് സ്വന്തം ഉപഭോഗത്തിന് വേണ്ടി എടുക്കുന്ന സാധനങ്ങളുടെ മൂല്യം ദേശീയ വരുമാനത്തിൻ്റെ ഭാഗമായി കണക്കാക്കുന്നില്ല പലപ്പോഴും നമ്മൾ. പക്ഷെ അത് ശരിക്കും കണക്കാക്കേണ്ടതാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ വീട്ടിൽ കുറേ പച്ചക്കറി ഉണ്ടാക്കി, വെജിറ്റബിൾസ് പ്രൊഡ്യൂസ് ചെയ്തു. അതിൽ കുറേ ഭാഗം ഞാൻ പുറത്ത് കൊണ്ടുപോയി മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റു. കുറച്ച് ഭാഗം ഞാൻ എൻ്റെ യൂസിന് വേണ്ടി വീട്ടിൽ മാറ്റി വെച്ചു. അപ്പോൾ ഞാൻ വിറ്റിട്ട് എനിക്ക് പണം ലഭിച്ച ആ മൂല്യം മാത്രമേ നാഷണൽ ഇൻകത്തിൻ്റെ ഭാഗമായിട്ട് കണക്കാക്കുന്നുള്ളൂ. ഞാൻ എൻ്റെ ഉപഭോഗത്തിന് വേണ്ടി മാറ്റി വെച്ചതും കൂടെ ശരിക്കും ഇതിൻ്റെ ഭാഗമാണ്, കണക്കാക്കേണ്ടതാണ്. ഇങ്ങനെ പലപ്പോഴും കണക്കാക്കപ്പെടുന്നില്ല. ഓക്കെ, ഇഗ്നറൻസ് ആൻഡ് ഇല്ലിറ്ററസി ഓഫ് ദ പീപ്പിൾ ക്രിയേറ്റ് പ്രോബ്ലം ഇൻ കളക്ടിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ. ഇന്ത്യയിൽ കുറേ ആളുകൾക്ക് ഇപ്പോഴും എന്താണ്, സാക്ഷരതയൊന്നും ഇല്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ ഇവരുടെ വിദ്യാഭ്യാസ കുറവ് അല്ലെങ്കിൽ എഴുതാനും വായിക്കുവാനും അറിയാത്ത അവസ്ഥയും അതേപോലെ തന്നെ അറിവില്ലായ്മയും കാരണം എന്ത് സംഭവിക്കും? നാഷണൽ ഇൻകം കണക്കാക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും. ദ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി ഇൻ അസസിങ് ദ മണി വാല്യൂ ഓഫ് സർവീസസ് ഇംപെഡ് ദ കറക്റ്റ് എസ്റ്റിമേഷൻ ഓഫ് നാഷണൽ ഇൻകം. അതായത് സേവനങ്ങളുടെ വാല്യൂ, മൂല്യം കൃത്യമായിട്ട് ചിലപ്പോൾ മനസ്സിലാക്കുവാനും കണ്ടെത്തുവാനും കഴിയാതെ വരുന്നത് നാഷണൽ ഇൻകം കാൽക്കുലേഷനിൽ ഉണ്ടാക്കുന്ന ഒരു ഡിഫിക്കൽട്ടിയാണ്. കൺസ്യൂമേഴ്സ് സെൽഡം മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ ദം. അതായത് കൺസ്യൂമേഴ്സ് എല്ലാ ദിവസവും അവർ ചെലവഴിക്കുന്ന പണത്തിൻ്റെ റെക്കോർഡൊന്നും ആരും അങ്ങനെ സൂക്ഷിക്കാറില്ല. അപ്പോൾ എക്സ്പെൻഡിച്ചർ മെത്തേഡിലൂടെ നമ്മൾ കണക്കാക്കുമ്പോൾ അതും ഒരു വലിയ പ്രശ്നമാണ്, നമുക്ക് പ്രയാസം വരും. സോ ദീസ് ആർ ദ ഡിഫിക്കൽട്ടീസ് വൈൽ കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം ഇൻ ഇന്ത്യ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് പാർട്ട്, സെക്ടറൽ കോൺട്രിബ്യൂഷൻ ടു ഇന്ത്യാസ് നാഷണൽ ഇൻകം. Sectoral contribution means the contribution from the agricultural sector, industrial sector and the service sector. So in India, which is the most contributing sector to the national income. Okay, most contributing, ഏറ്റവും കൂടുതലായിട്ട് നാഷണൽ ഇൻകത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, സംഭാവന ചെയ്യുന്ന മേഖല ഏത് മേഖലയാണ് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ദ സർവീസ് സെക്ടർ. ഇൻ ഇന്ത്യ, the most contributing sector to the national income, it is the service sector. As per 2017-18 national income calculation, 53.85% only from the service sector. Okay, and the second one is the industrial sector. Second one is the industrial sector. During the year 2017-18, the contribution of secondary sector, it was 26.59. Okay, and the smallest sector, ഏറ്റവും ചെറിയ സെക്ടർ ഏതാണ്? പ്രൈമറി സെക്ടറാണ്, അഥവാ അഗ്രികൾച്ചറൽ സെക്ടറാണ്. ഓക്കെ, അഗ്രികൾച്ചറൽ സെക്ടറാണ്. എത്രയാണ്? 19.56, 19.56% 2017-18 കാർഷിക മേഖലയിൽ നിന്ന് നാഷണൽ ഇൻകത്തിലേക്കുള്ള സംഭാവന എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് പാർട്ട്, ഗ്രോത്ത് ഓഫ് knowledge sector in India. Growth of knowledge sector in India. The knowledge sector is the sector which efficiently uses knowledge and technology to attain economic growth. Today, modern technology and information and communication possibilities have grown and developed into knowledge economy. അതായത് എന്താണ് ഗ്രോത്ത് ഓഫ് നോളജ് സെക്ടർ? അറിവിൻ്റെ മേഖല. ആ മേഖലയുടെ വളർച്ചയെ പറ്റിയാണ് നമ്മളിവിടെ പറയുന്നത്. ഇന്നത്തെ കാലത്ത് എന്താണ്? മോഡേൺ ടെക്നോളജി ആൻഡ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ പോസിബിലിറ്റീസ് ഹാവ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്ഡ് ഇൻ ടു നോളജ് എക്കോണമി. അതായത് സാങ്കേതിക വിദ്യ,
അതേപോലെ തന്നെ വിവരശേഖരണം, അതേപോലെ തന്നെ വാർത്താവിനിമയ സംവിധാനങ്ങളുടെ സാധ്യതകളെല്ലാം തന്നെ എന്താണ്, അറിവിൻ്റെ മേഖലയിൽ വലിയ ഉയർച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. എഡ്യൂക്കേഷൻ, ഇന്നവേഷൻ ആൻഡ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഫോം ദ ബേസിസ് ഓഫ് നോളജ് എക്കോണമി. അതായത് നോളജ് എക്കോണമിയുടെ ബേസിസ് എന്ന് പറയുന്നത്, അടിത്തറ എന്ന് പറയുന്നത് എന്താണ്, വിദ്യാഭ്യാസമാണ്, അതേപോലെ തന്നെ നൂതന ആശയങ്ങളാണ്, അതേപോലെ തന്നെ ഇൻഫർമേഷൻ, വിവരസാങ്കേതിക വിദ്യയും വാർത്താവിനിമയ സംവിധാനങ്ങളും നമ്മൾ എന്താണ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവയിലൂടെയൊക്കെ തന്നെ അറിവിൻ്റെ മേഖലയുടെ വളർച്ച വലിയ തോതിലാണ് കാണപ്പെടുന്നത്. ഇൻ നോളജ് എക്കോണമി പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ ഓഫ് ഇൻ്റലക്ച്വൽ ക്യാപിറ്റൽ ടേക്ക് പ്ലേസ്. അതായത് എന്താണ്, നോളജ് എക്കോണമിയിലൂടെയാണ് പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ ഓഫ് ഇൻ്റലക്ച്വൽ ക്യാപിറ്റൽ ടേക്ക് പ്ലേസ് കേട്ടോ. അതായത് ഇൻ്റലക്ച്വൽ ക്യാപിറ്റൽ വളർന്നു വരുന്നത് നോളജ് എക്കോണമിയിലൂടെയാണ്. ഇൻ്റലക്ച്വൽ ക്യാപിറ്റൽ ഈസ് ആൻ ഇൻവിസിബിൾ അസറ്റ്. ഇറ്റ് ഈസ് ദ കളക്റ്റീവ് നോളജ് ഓഫ് ഓൾ ദ പീപ്പിൾ ഇൻ എൻ്റർപ്രൈസ് ഓർ എ സൊസൈറ്റി. അതായത് ഇൻ്റലക്ച്വൽ ക്യാപിറ്റൽ, ഭൗതിക മൂലധനം എന്ന് പറയുന്നത് എന്തിനെയാണ് ഉദ്ദേശിക്കുന്നത്? അതൊരു ഇൻവിസിബിൾ അസറ്റാണ്, നമുക്ക് കാണാൻ കഴിയില്ല അല്ലെങ്കിൽ തൊട്ടു നോക്കാൻ കഴിയാത്ത ഒരു അസറ്റാണ്. ആളുകളുടെ അറിവും ആ അറിവിലൂടെ അവർ ആർജിച്ചെടുക്കുന്ന കഴിവുകളും ആ കഴിവിൻ്റെ ഭാഗമായിട്ട് അവർക്കൊരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിലേക്ക് നൽകുവാൻ കഴിയുന്ന സംഭാവനകളെയുമാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആളുകളുടെ വൈജ്ഞാനിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള വളർച്ച ടെക്നോളജിയുടെ സഹായത്തോട് കൂടിയിട്ട് നമുക്ക് എത്രയും വേഗത്തിൽ എന്ത് കാര്യങ്ങളും കണ്ടുപിടിക്കുവാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ നമ്മൾക്ക് ധാരാളം അറിവുകൾ ലഭിക്കുന്നുണ്ട്. ഈ അറിവുകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖലയിൽ ധാരാളമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാനും സംഭാവനകൾ നൽകുവാനും കഴിയും. ഓക്കെ, ഇന്ത്യ ഹാസ് അച്ചീവ്ഡ് ഇമേഴ്സ് പ്രോഗ്രസ് ഇൻ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ഇന്ന് ലോകത്തിൽ കമ്മ്യൂണിക്കേഷനിലും അതേപോലെ തന്നെ ടെക്നോളജിയിലും ഒക്കെ തന്നെ ഒരുപാട് മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. സോ മച്ച് so that today we are a global service provided in the field of software technology. അതായത് ഇൻഫർമേഷൻ ടെക്നോളജിൻ്റെ ഭാഗമായിട്ടുള്ള എന്താണ് സോഫ്റ്റ്വെയർ ടെക്നോളജിയിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ആവശ്യമായിട്ടുള്ള മാൻ പവർ സപ്ലൈ ചെയ്യുന്ന രാജ്യമാണ് ഇതെന്ന് പറയുന്നത് ഇന്ത്യ. അങ്ങനെ ഇന്ത്യക്ക് വരാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? നോളജ് എക്കോണമിയിൽ, നോളജ് സെക്ടറിൽ ഇന്ത്യക്കാരായ ആളുകൾ വളരെയധികം കഴിവുള്ളവരാണ്. അതുകൊണ്ടാണ് ലോകത്തിൻ്റെ ഒട്ടും എല്ലാ ഭാഗങ്ങളിലുമുള്ള ഉയർന്ന കമ്പനികൾ വരെ അവരുടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ആരെ ആശ്രയിക്കുന്നത്? ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലെ മാനുഷിക വിഭവശേഷിയെ അവർ ആശ്രയിക്കുന്നത്. ആസ് എ റിസൾട്ട് ഓഫ് ദിസ് നോളജ് ബൂം ഇന്ത്യ ക്യാൻ എൻഹാൻസ് ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ത്രൂ ആൻ ഇൻക്രീസ് ഇൻ എക്കണോമിക് ഗ്രോത്ത്. അപ്പോൾ ഇങ്ങനെ നോളജ് ബൂം, നോളജ് സെക്ടറിൽ അറിവിൻ്റെ മേഖലയിലുള്ള വലിയൊരു വളർച്ചയുടെ ഭാഗമായിട്ട് അവിടെ ജോലി ചെയ്യുന്നവർക്ക് ധാരാളം പണം ലഭിക്കും. ആ പണം ലഭിക്കുന്നതിലൂടെ എന്ത് ചെയ്യുന്നു? ഇന്ത്യയുടെ സാമ്പത്തികാവസ്ഥയും വളരെയധികം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, സം ഫേവറബിൾ ഫാക്ടേഴ്സ് വിച്ച് ക്യാൻ ഹെൽപ്പ് ഇന്ത്യ ഗ്രോ ഫർദർ ഇൻ ദിസ് സെക്ടർ. കുറച്ചും കൂടി വേണമെങ്കിൽ ഇന്ത്യക്ക് ഇതിൽ മുന്നോട്ട് നീങ്ങുവാൻ കഴിയും. അതിന് ഇന്ത്യയെ സഹായിക്കുന്ന ചില ഘടകങ്ങൾ നോക്കാം. ഹ്യൂമൻ റിസോഴ്സസ് ഇൻക്ലൂഡിംഗ് ടെക്നിക്കൽ എക്സ്പേർട്സ് ഹു ആർ വെൽ വേഴ്സ്ഡ് ഇൻ ദ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇന്ത്യക്കാരായ ആളുകൾക്ക് ധാരാളമായിട്ട് കഴിവുണ്ട്, പക്ഷേ അത് ഇൻ്റർനാഷണൽ ലെവലിൽ പ്രകടിപ്പിക്കുവാൻ ഏറ്റവും നല്ല ഭാഷ ഇംഗ്ലീഷാണ്. പക്ഷേ ഇംഗ്ലീഷ് ഭാഷയിൽ നല്ലൊരു രീതിയിൽ സംസാരിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ ആ ഭാഷയിലുള്ള നൈപുണ്യം കുറേ ഇന്ത്യക്കാർക്ക് കുറവാണ്. അപ്പോൾ എന്ത് വേണം? വെൽ വേഴ്സ്ഡ് ഇൻ ദ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ കുറച്ചും കൂടി നല്ല ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇനിയും ഉയർന്നു വരാൻ കഴിയും. വൈഡ് ഡൊമസ്റ്റിക് മാർക്കറ്റ്. ഇന്ത്യയിലെ ഡൊമസ്റ്റിക് മാർക്കറ്റ്, ആഭ്യന്തര മാർക്കറ്റ് വിപണി എന്താണ്? വളരെ വലുതാണ്. ആ വിപണി സാധ്യതയെ നമ്മൾ എന്ത് ചെയ്യുക? ഉപയോഗപ്പെടുത്തുക. സ്ട്രോങ് പ്രൈവറ്റ് സെക്ടർ. ഇന്ത്യയിൽ പ്രൈവറ്റ് സെക്ടറും വളരെ ശക്തമാണ്. അപ്പോൾ അതും എന്താണ്? നമുക്ക് നോളജ് സെക്ടറിൻ്റെ വളർച്ചയ്ക്ക് വളരെ സഹായകമാണ്. ഡെവലപ്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. ഇന്ത്യയിൽ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റും നമുക്ക് എന്താണ് വളരെയധികം നല്ലതാണ്. നോളജ് സെക്ടറിൻ്റെ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിൽ, സോഫ്റ്റ്വെയർ ടെക്നോളജിയിലൊക്കെ തന്നെ മുന്നോട്ട് നീങ്ങുവാൻ കഴിയുന്നതാണ്. ഓക്കെ, ആൻഡ് സം ഓഫ് ദ ക്വസ്റ്റ്യൻസ് ആർ ദർ ദാറ്റ് ഓൾ വി വിൽ discuss now itself. Which among the following is not an important objective in estimating national income? താഴെ പറയുന്നവയിൽ നാഷണൽ ഇൻകം കാൽക്കുലേഷൻ്റെ ഒബ്ജക്റ്റീവ് അല്ലാത്തത് ഏതെന്ന്. ടു സ്റ്റഡി ദ എക്കണോമിക് പ്രോബ്ലം, ടു ഹെൽപ്പ് ഇൻ formulating government plans, to calculate the population of a country, to analyze the contribution of different sectors.
അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതിൽ നാഷണൽ ഇൻകവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇതുവരെ പറയാത്തൊരൊറ്റ പോയിന്റേ ഉള്ളൂ. അവിടെ ഏതാണത്? ടു കാൽക്കുലേറ്റ് ദ പോപ്പുലേഷൻ ഓഫ് കൺട്രി. അതൊരിക്കലും നാഷണൽ ഇൻകം കാൽക്കുലേഷൻ്റെ ഒരു ഒബ്ജക്റ്റ് അല്ല. ദേശീയ വരുമാന കണക്കെടുപ്പിൻ്റെ ഒരു ലക്ഷ്യമല്ല എന്തെന്ന് പറയുന്നത് രാജ്യത്തെ ജനസംഖ്യാ കണക്കെടുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ടെക്സ്റ്റിൽ ലെറ്റസ് അസസ് എന്ന് പറയുന്ന വിലയിരുത്താം എന്ന് പറയുന്ന ഭാഗത്തുള്ള ആദ്യത്തെ ഒരു ചോദ്യത്തിൻ്റെ ആൻസറായിട്ട് വരുന്നത് മൂന്നാമത്തെ ഓപ്ഷനാണ്, ടു കാൽക്കുലേറ്റ് ദ പോപ്പുലേഷൻ ഓഫ് എ കൺട്രി. ആൻഡ് സെക്കൻഡ്, വിച്ച് എമംഗ് ദ ഫോളോയിങ് കൺസെപ്റ്റ് ഓഫ് നാഷണൽ ഇൻകം കൺസിഡേഴ്സ് ദ ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ കൺട്രി. താഴെ പറയുന്നവയിൽ ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തരാതിർത്തിയെ ടച്ച് ചെയ്യുന്ന പരിഗണിക്കുന്ന ഭാഗം ഏതാണ്? GNP ആണോ, GDP ആണോ, പെർ ക്യാപിറ്റ ഇൻകം ആണോ, NNP ആണോ? അതേതാണ്? GDP ആണ്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ദ ഫോളോയിങ് മെയിൻ കൺസെപ്റ്റ് ഓഫ് നാഷണൽ ഇൻകം. അതായത് നാഷണൽ ഇൻകവുമായിട്ട് ബന്ധപ്പെട്ട മെയിൻ കൺസെപ്റ്റ്സ് ആണ് ഇതൊക്കെ. GNP, GDP, NNP, PCI. അപ്പോൾ ഇത് ഓരോന്നും എന്താണെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആൻഡ് CSO, ആസ് ഐ ടോൾഡ് യു, CSO, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ, ഈസ് ദ ഒഫീഷ്യൽ ഏജൻസി കാൽക്കുലേറ്റിംഗ് ദ നാഷണൽ ഇൻകം ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ദേശീയ വരുമാന കണക്കെടുപ്പ് നടത്തുന്ന ഒഫീഷ്യൽ ഏജൻസിയുടെ പേരാണ് എന്തെന്ന് പറയുന്നത്? CSO എന്ന് പറയുന്നത്, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. നോളജ് എക്കോണമി ആൻഡ് ഇന്ത്യ, നമ്മളിപ്പോൾ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഭാഗം. നോളജ് എക്കോണമിയിൽ വലിയൊരു ബൂമ് തന്നെയാണ് ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് വളരെയധികം ദേശീയ വരുമാനത്തിലേക്കുള്ള കോൺട്രിബ്യൂഷനും ആ മേഖലയിൽ നിന്ന് ധാരാളമുണ്ട്. ഇന്ത്യ ഇന്ന് നോളജ് എക്കോണമിയിൽ വളർച്ച പ്രാപിച്ചതിൻ്റെ ഫലമായിട്ട് വേൾഡിൽ തന്നെ എന്താണ്, സോഫ്റ്റ്വെയർ ടെക്നോളജിയിലൊക്കെ തന്നെ ഒരു പ്രധാനപ്പെട്ട രാജ്യമായി മാറിയിട്ടുണ്ട്. ആൻഡ് explain the main methods of estimating national income. Main methods of estimating national income: product method, expenditure method, and income method. And further just explain what it is, each and every method. എന്താണ് ഓരോ മെത്തേഡും എന്നതിനെ പറ്റി ജസ്റ്റ് ഒന്ന് പറയുകയും ചെയ്യാം. അപ്പോൾ അതിൻ്റെ ആൻസറായി. Write 4 limitations in estimating the national income of India. 4 limitations. The services of the housewives are not a part of national income in India. 1, 2. Second one is lack of reliable statistical data creates difficulty in estimating national income. And the third one, ignorance and illiteracy of the people creates problems in collecting statistical data. And the fourth one, the practical difficulty in assessing the money value of service impede the correct estimation of national income. അതായത് ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുമ്പോഴുള്ള 4 ബുദ്ധിമുട്ടുകൾ എന്തെന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസറാണ് എവിടെയുള്ളത്? പേജ് നമ്പർ 42-ൽ 1 by 1 ആയിട്ട് പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ദ ചാപ്റ്റർ നാഷണൽ ഇൻകം അഥവാ ദേശീയ വരുമാനം എന്ന് പറയുന്നത് ഇവിടം വരെയാണ്. സോ ഫോർ ടുഡേ വി ആർ വൈൻഡിങ് അപ്പ് ആൻഡ് താങ്ക്സ് ടു ഓൾ ഫോർ വാച്ചിങ്.